right here on this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. This truth, these words that we have spoken, giving purpose to the hope that we have found. There's proof in the days that lay before us, finding meaning in these moments playing out. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശ വീശുന്ന മോഹനാദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 18 മുതൽ 25 വരെ വാക്യങ്ങൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി. ഉറക്കിക്കിടന്ന അവന്റെ വാരിയലുകളിൽ നിന്ന് എടുത്തതിനു ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്നെടുത്ത വാരിയൽ കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നാരി എന്ന് അവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവന്റെ ഭാര്യയും അഗ്നായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് സ്ഥാപിച്ച കുടുംബം എന്ന വിശുദ്ധ കൂദാശ സ്വീകരിക്കുവാനായി ഈ ഭവനത്തിൽ നിന്നും യാത്ര പുറപ്പെടുന്ന
ആഷ്മിയെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സായാഹ്നത്തിൽ ആഷ്മിയും അവരുടെ പ്രിയപ്പെട്ടവരും ഈ ഭവനത്തിൽ ഒന്നിച്ചു കൂട്ടിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഭവനത്തിൽ നിന്നും ദേവാലയത്തിലേക്ക് വിവാഹം എന്ന കൂദാശ നിർവഹിക്കുവാനായിട്ട് പുറപ്പെടുന്ന ആഷ്മിയുടെ ഈ യാത്രയെ അങ്ങ് ആശീർവദിക്കണമേ. ഈ യാത്രയുടെ എല്ലാ സതുദ്ദേശങ്ങളെയും അങ്ങ് സഫലീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആഷ്മിയുടെ പ്രതിശ്രുത വരനായ ജോണിക്കുട്ടിയെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു ചെല്ലുന്ന നടക്കൊഴിക്കൽ കുടുംബാംഗങ്ങളെയും ആ ഭവനത്തിലുള്ള എല്ലാ മാതാപിതാക്കന്മാരെയും അവരുടെ പ്രിയപ്പെട്ടവരെയും സ്വന്തം മാതാപിതാക്കന്മാരായി സ്വീകരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് കൂടുതൽ ഐശ്വര്യവും കൂടുതൽ സമൃദ്ധിയും ഇവളിലൂടെ ഉണ്ടാകുന്നതിന് വേണ്ടി അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് അവളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആഷ്മിയെ വളർത്തിയ മാതാപിതാക്കന്മാരെ ഫിലിപ്പിനെയും കുഞ്ഞുമണിയെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ അവൾക്ക് ആവശ്യമായിട്ടുള്ള ജീവിത പാഠങ്ങൾ നൽകി അവരെ വളർത്തി വലുതാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർക്ക് നൽകിയ ഈ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ വളർച്ചയിൽ കൂട്ടായിരുന്ന ആശ്ലിയെയും ആശ്വിനെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദിയോടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബത്തിന് മേൽ അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവിധ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. കൂടുതൽ കൃപയ്ക്ക് മേൽ കൃപ നൽകി കൂടുതൽ വളർച്ചയ്ക്ക് മേൽ വളർച്ച നൽകി ഈ കുടുംബാംഗങ്ങളെ ഇനിയും ഉത്തരോത്തരം വളർത്തണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, കനായിലെ കല്യാണ വിരുന്നിലായിരുന്നു കൊണ്ട് അവരുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റിയതിൽ അങ്ങയുടെ മാധ്യസ്ഥം പ്രത്യേകമായി ഉണ്ടായിരുന്നുവല്ലോ. ആ മാധ്യസ്ഥം ഇന്ന് ഞങ്ങൾ തേടുന്നു. ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ കുറവുകളെയും അങ്ങ് സ്നേഹബുദ്ധിയ പരിഹരിച്ചു നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസെ, ഞങ്ങളുടെ കാരണബോധരായ പേരിൻ്റെ കാരണബോധരായ സകല വിശുദ്ധരെ, ഞങ്ങളുടെ പൂർവികരായ മാതാപിതാക്കന്മാരെ, മരണപ്പെട്ടുപോയ പരിച വിശ്വാസികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം അപേക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ആഷ്മി ഏറ്റെടുക്കുന്ന കുടുംബജീവിതം ജീവിതാവസാനം വരെ അവരുടെ പ്രതിജ്ഞയിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്നേഹത്തിൽ കൂടുതൽ വളർച്ച പ്രാപിച്ച് നല്ല കുടുംബത്തിന്, മാതൃകായോഗ്യമായ കുടുംബത്തിന് രൂപം നൽകുവാൻ വേണ്ട കൃപ എന്നും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മേ, അങ്ങയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിപ്പോ നിൻ തൃപ്പാദത്തിൽ, കരുണ തന്നിറകുടമാകുമമ്മേ. ശരണം ഗമിപ്പോ നിൻ തൃപ്പാദത്തിൽ, കരുണ തന്നിറകുടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണി നീയേ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദീപമേ
ചൈതന്യമേ മണ്ണിൽ പ്രകാശേ